എൻ്റെ കുട്ടിക്കാലത്തേ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു ഫുഡ് ഐറ്റമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്കിത് നിലവിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അതിനേക്കാളും മുന്നേ ആദ്യം ഗണപതിക്ക് ഒരു പീസ് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് മറ്റേ ഏത്തപ്പഴം എടുക്കണ്ട. ഏത്തപ്പഴം ഒഴിച്ച് വേറെ ഏത് പഴമാണെങ്കിലും ഓക്കെയാ. ഞാനിവിടെ റോബസ്റ്റോ ആണ് എടുത്തിട്ടുള്ളത്. എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. റോബസ്റ്റോ ആണ് നല്ലതും കൂടെ. പിന്നെ നമുക്ക് വീട്ടിൽ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക. കുറച്ച് ഓട്സ് എടുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ആദ്യം ആ ഒരു പഴം ചതച്ചരച്ച് വെച്ചിട്ടില്ലേ, അതവിടെ ഇരിക്കട്ടെ. ലാസ്റ്റ് അതും കൂടി ഇട്ടിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ. ഭയങ്കര തിക്കായി പോകരുത്, എന്നാൽ ലൂസായി പോകരുത്. അട പരത്താനാണ്. അപ്പോൾ കൈ വെച്ച് പരത്തുമ്പോൾ നന്നായിട്ട് കിട്ടണ പോലെ എടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അട വെറുത്ത ഒരു കാര്യം അതെന്താണെന്നറിയോ? എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിലങ്ങനെ എല്ലാ ദിവസവും അമ്മ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. കാരണം എൻ്റെ അമ്മ ജോലിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ രാവിലെ പോകണമല്ലോ. വെളുപ്പിന് എണീക്കും, ചോറും ഉച്ചക്കത്തേക്ക് കറിയൊക്കെ വെച്ചിട്ട് അമ്മ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ മിക്ക ദിവസവും വീട്ടിൽ ചോറ് തന്നെയായിരിക്കും. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ ഗോതമ്പ് പൊടി സ്റ്റോക്കുള്ള സമയത്ത്, അത് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടുന്ന സമയത്ത് ആ ഒരു ഗോതമ്പ് തീരുന്നവരേക്കും ഞങ്ങളുടെ വീട്ടിൽ അട, ഗോതമ്പ് പുട്ട്, ഗോതമ്പ് ദോശ ഒക്കെ ആയിരിക്കും. അപ്പോൾ കൂടുതലും അമ്മ ഉണ്ടാക്കുന്നത് ഈ സാധനമാണ്. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമല്ല. അന്ന് അച്ചയ്ക്ക് ഷുഗറുള്ള ആളാണ്. അച്ചയ്ക്ക് തേങ്ങയും ഉപ്പിട്ട് കൊടുക്കും, ഞങ്ങൾക്ക് തേങ്ങയും പഞ്ചസാര ഇട്ട് തരും. എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡില്ലേ പണ്ടത്തെ കാലത്തെ, അതൊക്കെ അതൊക്കെ ഭയങ്കര ഗോൾഡൻ ഫുഡുകളാണ് അല്ലേ? ശരിക്കും അതിൽ ഒരുപാട് അവരുടെ സ്നേഹവും ഒക്കെ ഉണ്ട്. എനിവേ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് അടിപൊളിയാണ്. അതുപോലെ തന്നെ പഴമൊക്കെ ഭയങ്കര മെൽറ്റായിട്ട്, സൂപ്പർ ടേസ്റ്റി ഫുഡ്.